നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ 2024 നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ സെൽഫ് റിഫ്ലക്റ്റ് കാണുക. നിങ്ങൾ 2024 ചെയ്ത ഏറ്റവും മികച്ച കാര്യങ്ങൾ, നിങ്ങൾ നേടിയ അച്ചീവ്മെൻറ്റ്സ്, അതിലേക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് മാറ്റിവെക്കാം. ഇന്ന് നൈറ്റിന് മുമ്പ് നമ്മൾ ഓർക്കുക, നമ്മൾ ചെയ്യുക, നമ്മൾ 2024 നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ, നമ്മൾ നേടിയ നല്ല നല്ല കാര്യങ്ങൾ നമുക്കൊക്കെ ഓർക്കാം. അപ്പോൾ ജനുവരി ടു ഡിസംബർ എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചത്, നമ്മൾ നേടിയെടുത്ത നല്ല കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒരു പേപ്പറും പേനയും എടുത്ത് നമുക്ക് കുറേ പിന്നിലേക്ക് പോകാം. ജനുവരി മുതൽ ഇങ്ങനെ തുടങ്ങാം. എൻ്റെ ലൈഫിൽ ഞാൻ നേടിയെടുത്ത നല്ല കാര്യങ്ങൾ, എനിക്ക് വേണ്ടി ഞാൻ ചെയ്ത നല്ല കാര്യം, അത് മാത്രമേ അതിൽ ഉൾപ്പെടുത്താവൂ കേട്ടോ. വേറെ ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് സെൽഫ് റിഫ്ലക്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അതോടൊപ്പം നമുക്ക് വേറെ ആരെയും മാറ്റാൻ സാധിക്കില്ല. നമ്മൾ ആദ്യം ഓർക്കേണ്ട കാര്യം അതാണ്. നമ്മൾ സ്വയം നന്നാവുക. വേറെ ആരെയും നന്നാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. നമ്മൾ നന്നായാൽ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാവരും പതിയെ നന്നായി നമ്മുടെ കൂടെ വന്നോളും. അപ്പോൾ നമുക്ക് ലൈഫിൽ കുറേ റോൾസ് തന്നാണ് ഈ പ്രപഞ്ചശക്തി നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മളെ മകനാകാം, മകളാകാം, അല്ലെങ്കിൽ ഒരു സഹോദരനാകാം, സഹോദരിയാകാം, ഹസ്ബൻഡാകാം, അച്ഛനാകാം, അമ്മയാകാം, ഇൻലോസ് ആകാം. എന്തൊക്കെ റോൾസാണ് നമുക്ക് ലൈഫിലുള്ളതല്ലേ. ആ റോൾസിലെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ടാവാം, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് അതിലിനി പുത്തൻ മാറ്റം എന്ത് കൊണ്ടുവരാൻ ചെയ്യാം. ഓരോ റോളിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ ഒരു മകളെന്ന രീതിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായി പുതിയ ഒരു കാര്യം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ. അങ്ങനെ ഓരോ റോളിനും പുതിയ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ 2025 നമുക്ക് പുത്തൻ പ്രതീക്ഷകളാണ്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ആഗ്രഹങ്ങളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരികയും വേണം. അതിനുവേണ്ടി നമ്മുടെ വാല്യൂസിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് 2025 ചെയ്യാൻ പറ്റുന്ന 5 വാല്യൂസ്, ഞാൻ എന്നിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഞാൻ കുറച്ചുകൂടെ ഓതൻറ്റിക് ആവണോ, അല്ലെങ്കിൽ ഞാൻ ഡിസിപ്ലിൻ ആവണോ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള 5 വാല്യൂസ്. വളരെ കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇതുവരെ നമ്മുടെ ലൈഫിൽ ഇല്ലാതിരുന്ന പുതിയൊരു വാക്ക്, പുതിയൊരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്താണെന്നറിയാമോ? അബൻഡൻസ്, സമൃദ്ധി. ഞാൻ എപ്പോഴും സമ്പദ് സമൃദ്ധിയിലാണ്. എനിക്കൊരുപാട് സമൃദ്ധിയുണ്ട്. ഞാൻ പ്രപഞ്ചത്തിലുള്ള